നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവിയിലേക്ക് ജാഗ്രതയോടെ നോക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റികളും അവരുടെ പുതുതലമുറകളെ അവരുടെ വിശ്വാസത്തിന്റെയും ആദർശങ്ങളുടെയും വഴിത്താരകളിലൂടെ പരിശീലിപ്പിച്ച് തങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയും വികാസവും ഉറപ്പാക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ ക്രൈസ്തവ സഭകളുടെയും സമുദായത്തിന്റെയും നിലപാട് വിഭിന്നമായിരുന്നില്ല. അത്തരം ഉത്തരവാദിത്തങ്ങൾ അവർ അതീവ ജാഗ്രതയോടെ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും നാളെകളിൽ അത്താണിയായിരിക്കേണ്ട തലമുറകൾ മനഃപൂർവമായി ചില ചതിക്കണികളിൽ വീണ് നശിച്ചു പോകുന്നുണ്ടെന്ന വിവരങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതോടെ ഈ അടുത്ത കാലത്ത് സഭയുടെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ചിലർ നടത്തിയ നിരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും വിവാദമായി മാറിയത് കേരള സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു. പ്രണയമെന്ന വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടമാടുന്ന ചതിക്കണികൾ ഇന്ന് സാർവത്രികമായിരിക്കുകയാണ്. അത്തരം പ്രണയക്കെണിയിലേക്ക് പെൺകുട്ടികളെ നയിക്കപ്പെടുന്നുള്ള പാലമായും സൗഹൃദവും സ്നേഹവും നിർമ്മലമെന്ന് തെറ്റിദ്ധരിച്ച പെൺകുട്ടികളുടെ മനസ്സും ശരീരവും ഒരുപോലെ തകർക്കപ്പെടാനും വിലപിടിപ്പുള്ളതെന്ന് അവൾ അതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം നശിച്ച് ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധത്തിൽ നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ജീവിതം കൂപ്പുകുത്തി വീഴുന്നതിനും ലഹരി കൊണ്ടുള്ള ഈ കെണികൾ കാരണമാകാറുണ്ട്. പ്രണയത്തിലൂടെ പെൺകുട്ടികൾ നേടിയെടുത്തെന്ന് കരുതുന്ന വിവാഹ ജീവിതവും പ്രതീക്ഷകൾക്ക് കടകവിരുദ്ധമാവുകയും പീഡനങ്ങളും മർദ്ദനങ്ങളും ഭീഷണികളും ഒക്കെ തുടർക്കഥയാവുകയും ചെയ്യുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത കെണിയിലാണ് പ്രണയത്തിലൂടെ താൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് നിലവിളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും പ്രണയത്തിലൂടെ വെളിപ്പെടുന്ന ചതിക്കണികൾ വ്യക്തമാവുകയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ത്വര കേവലം മാനുഷികമാണ്. സ്നേഹത്തിൽ നിന്ന് പ്രണയത്തിലേക്കുള്ള പ്രയാണം തികച്ചും എതിർലിംഗത്തിൽപ്പെട്ട രണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന വൈകാരിക മാനം തന്നെയാണ്. നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും ഇടപെടലിലൂടെയും എല്ലാം അത് മുൻപോട്ട് പോകുമ്പോൾ ആയതിലെ സത്യവും ആത്മാർത്ഥതയും ഒക്കെ കോംപ്രമൈസ് ചെയ്യപ്പെടാറുണ്ട്. അത്തരം ബന്ധങ്ങൾ വിവാഹത്തിലെത്തുകയും പിന്നീട് കുറെയൊക്കെ വിജയകരമായ കുടുംബ ജീവിതത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അത് പോയ കാലത്തിന്റെ ഓർമ്മകൾ മാത്രം. ആ വൈകാരിക തലങ്ങളാണ് നോവലുകളിലും കഥകളിലും സിനിമകളിലും നാടകങ്ങളിലുമെല്ലാം പ്രമേയമായി വന്ന് മനുഷ്യ ഹൃദയങ്ങളെ ഇളക്കി മറിച്ചത്. രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുവാനും കാര്യങ്ങൾ തീർപ്പാക്കാനും ഇടത് സ്വതന്ത്ര ചിന്തകളും സംഘടനകളും ശക്തമായി നിന്നതുകൊണ്ടും അവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ അത്രമേൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയതുകൊണ്ടും പലരും പ്രണയത്തിലൂടെ മിശ്ര വിവാഹത്തിലേക്ക് കാലെടുത്ത് വെച്ച് യാഥാസ്ഥിക സമൂഹത്തെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അതിലെ ശരിയും തെറ്റുമൊന്നും ഇവിടെ വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ ഇത്തരം പ്രണയത്തെയും വിവാഹത്തെയും പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്നിച്ചു ജീവിക്കുക എന്ന അനിവാര്യതകൾക്കപ്പുറത്ത് ഒരു പ്രത്യേക മതത്തിൽ ആളുകളെ കൂട്ടുന്നതിനും പ്രണയത്തിലെ ഒരു കക്ഷിക്ക്, അതായത് പെൺകുട്ടിക്ക് മാത്രം സ്വന്തം മതവും മാതാപിതാക്കളും നഷ്ടപ്പെടുകയും അവൾ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാതെ അന്യ രാജ്യത്തേക്കോ അജ്ഞാത മേഖലകളിലേക്കോ തീവ്രവാദത്തിലേക്കോ ലൈംഗിക അടിമയായോ അവൾ നാട് കടത്തപ്പെടുകയും ഇത്തരം കേസുകളിൽ മകളെ നഷ്ടപ്പെട്ടതിന്റെ ആവലാതികളുമായി മാതാപിതാക്കന്മാർ നിയമത്തിന്റെ മുൻപിൽ എത്തുമ്പോൾ അന്യവൽക്കരിക്കപ്പെട്ട മകളുടെ പിൻപിൽ മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് ഗൂഢ ലക്ഷ്യത്തോടെ ക്ഷുദ്ര ശക്തികൾ തടിച്ചുകൂടി നിൽക്കുകയും ചെയ്യുന്നത് ഒന്നിനു പുറകെ ഒന്നായി വ്യക്തമായതോടെയാണ് മതപരമായ ലക്ഷ്യത്തോടെയുള്ള പ്രണയക്കെണി എന്ന യാഥാർത്ഥ്യം പ്രബലമായത്. ചില വർഷങ്ങൾക്ക് പുറകിൽ ഇത്തരം രണ്ട് പ്രണയക്കെണി കേസുകൾ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിരുന്ന ജസ്റ്റിസ് KT ശങ്കരന്റെ മുൻപിൽ വരികയും അദ്ദേഹം ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് പ്രണയത്തിന്റെ പേരിൽ നടമാടുന്ന ഇത്തരം ചതിക്കണികളെ ലവ് ജിഹാദ് എന്ന് പരാമർശിക്കപ്പെട്ടത്. ഏതായാലും അന്നു തൊട്ട് ഇന്ന് വരെ ഗൂഢമായ ലക്ഷ്യത്തോടെ പെൺകുട്ടികളെ പ്രണയത്തിന്റെ വലയിൽപ്പെടുത്തി നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു നിഗൂഢ വ്യവസ്ഥിതി ഈ സമൂഹത്തിൽ വളർന്നു പന്തലിക്കുകയാണ് ചെയ്തത് എന്നതാണ് സത്യം. അതേക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ചില വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും
വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യവിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പം അത് ആളുകൾ മനസ്സിലാക്കി ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. VSന്റെ വാക്കുകളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുൻ DGP ആയിരുന്ന TP സെൻകുമാറും മറ്റൊരു DGP ആയിരുന്ന R ശ്രീലേഖയും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ 2 കേസുകൾ DGP എന്ന നിലയിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, അതിന് മുമ്പ് നടന്ന പല കേസുകളിലും അതെല്ലാം IS-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് ഇല്ല എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ടും ശരിയല്ല. ശ്രീലേഖ തന്റെ ചാനലിൽ ഇത്തരത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരുമായ പെൺകുട്ടികളെ പ്രണയത്തിലൂടെ തട്ടിയെടുക്കാൻ ചെറുപ്പക്കാർക്ക് പ്രത്യേക പരിശീലനവും കനത്ത തുകയും പാരിതോഷികങ്ങളുമെല്ലാം നൽകുന്നുണ്ടെന്നും മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഈ ഭീകര തിന്മയുടെ പ്രഭവ കേന്ദ്രങ്ങളാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇക്കാര്യത്തിൽ കുറെ കൂടെ അന്വേഷണാത്മകമായ റിപ്പോർട്ട് തന്നെയാണ്. അത്തരത്തിൽ ഭീകരമായ പ്രണയകണികൾ ഇവിടെ തുടർന്നപ്പോൾ മക്കളെ നഷ്ടപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരുമായ മാതാപിതാക്കൾ മുറവിളി കൂട്ടുകയും ഈ 2 സമുദായത്തിലെയും നേതാക്കന്മാർ അതിനെതിരെ പ്രതിഷേധങ്ങളും ഗുണദോഷങ്ങളുമായി രംഗത്ത് വന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് അത് ചർച്ചയാകാതിരിക്കാനും അതേക്കുറിച്ച് സമൂഹം ബോധവൽക്കരിക്കപ്പെടാതിരിക്കുവാനും അതിന്റെ ഗുണഭോക്താക്കൾ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. എന്നാൽ തീവ്രവാദ ലക്ഷ്യങ്ങളോടെയുള്ള പ്രണയക്കെണികളെ കുറിച്ച് പുറത്തുവന്ന ആധികാരിക രേഖകളുടെ വെളിച്ചത്തിൽ ബംഗാളി സംവിധായകനായ സുദീപ്തോ സെൻ കേരള സ്റ്റോറി എന്നൊരു സിനിമ പുറത്തിറക്കിയതോടെ പ്രണയം ഒരു പഠന റെഫറൻസായി മാറുകയും സമൂഹം ശ്രദ്ധയോടെ അത് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ നിഗൂഢമായ പ്രണയക്കെണിയുടെ വ്യാപാരികൾ പലരും ആശങ്കയിലായി. പിന്നീട് ആ വിഷയം മാധ്യമങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോവുകയും പ്രണയത്തിന്റെ മറവിലുള്ള ചതികൾ ഇവിടെ നിർബാധം തുടരുകയും ചെയ്തപ്പോൾ BJP നേതാവായ PC ജോർജിന്റെ പ്രസ്താവനയോടെ ഈ വിഷയം വീണ്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. ഞാൻ സമയത്തുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവമുണ്ട്, എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാര് മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്, ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു 25-30 പറഞ്ഞാലത്ത് ഇന്നലെ ഒരു കൊച്ചു പോയി, കൊച്ചു വയസ്സ് 25, ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ ഒരു 28-29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിന്റെ ശമ്പളം ഒക്കെ പോരാട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. അഭിനന്ദ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുന്നുണ്ട്, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല. ലവ് ജിഹാദ് ഇല്ലെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യക്കാരുടെ കയ്യിൽ നിന്നും കനത്ത തുക വാങ്ങിക്കൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന് ഇറങ്ങിയവർ ചാനൽ ഫ്ലോറിൽ ഇരുന്ന്
ലവ് ജിഹാദിന് തെളിവ് ചോദിക്കുകയും സഭാവിരുദ്ധ നിലപാടുള്ളവരെ തിരഞ്ഞുപിടിച്ച് ചർച്ചയ്ക്ക് ഇരുത്തി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്തതിലൂടെ പ്രണയക്കിണി വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയുമായിരുന്നു. എന്നിട്ടും തെളിവ് ചോദിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ മുൻപിലേക്ക് വിളിച്ചു പറയാൻ ഒരുപാട് തെളിവുകളുണ്ട്. കേരള സ്റ്റോറി സിനിമ ശക്തമായ ചർച്ചകൾക്ക് വഴിവെച്ചപ്പോൾ ലവ് ജിഹാദ് പ്രണയക്കണിയിൽ പെട്ടുപോയി പിന്നീട് തിരികെ വന്ന നിരവധി സഹോദരിമാർ നിരവധി യൂട്യൂബ് ചാനലുകളിൽ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവർ കൃത്യമായ തെളിവുകളിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടും അത് തെളിവായിട്ട് എടുക്കുവാൻ മടിക്കുന്നവർ ലോക്സഭയിലെ ഒരേയൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം ലവ് ജിഹാദിന് തെളിവില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശ്യമായിരിക്കുന്നു. VS-നും സെൻകുമാറിനും ശ്രീലേഖയ്ക്കും ശേഷം ഇപ്പോഴത്തെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഈ ജിഹാദിനെ സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരുന്നു. Christian community in Kerala and also the Hindu community have all faced this unspoken, undefined terror, if I can call it, wherein it is very difficult to palpably describe it, and it can be only rejected the moment you describe it, saying, oh my god, you don't imagine such things. The fault of the girl was nothing but to have to trust somebody and say fall in love with someone who she would want to marry. End of the day, she's deserted and she realizes she's been trapped. So if in India the word love jihad is coined, it may not be sounding all that politically correct, but the Christian community in Kerala is speaking out. If you would say that the BJP is speaking out, or our ideological family saying it, you would say it is an extreme right-wing politics. But no, there is a real decades suffered problem, lived problem, in which very many families have lost their girl children to these kind of forces. 2020 ഇത്തരത്തിൽ പ്രണയത്തിലൂടെ വിവാഹിതരായ 8 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ലവ് ജിഹാദിൽപ്പെട്ട അനേകം പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അനേകം കുട്ടികളെ കൗൺസിലിംഗും ചെയ്തു. ഈ ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രണയം നടിച്ച് മതം മാറ്റങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും കെണികളും വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ചില വൈദിക ശ്രേഷ്ഠന്മാരുടെ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഞെട്ടിക്കുന്നത് തന്നെയാണ്. പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുക, പരിചയപ്പെടുക, ബന്ധം ദൃഢമാക്കുക, വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുക, വിവാഹ വാഗ്ദാനങ്ങൾ നൽകുക, ആ ഘട്ടത്തിൽ പാരിതോഷികങ്ങളും ലഹരി കലർത്തിയ പാനീയങ്ങളും നൽകി ഒരിക്കലും പിരിയാനാകാത്ത തരത്തിൽ ആ ബന്ധത്തെ എത്തിക്കും. പ്രണയത്തിൽപ്പെടുത്തി പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തുവാൻ ഇവർ ആഭിചാര ക്രിയകളും കൈവിഷവും ഉപയോഗിക്കുന്നുവെന്ന കാര്യവും തെളിവുകൾ സഹിതം ചില വൈദികർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇതിനകത്ത് പ്രണയത്തിന്റെ എലമെന്റ് എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഒരു നിമിഷ സജി മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവരും ഇസ്ലാമിലേക്ക് മതം മാറുന്നു. ഫിദ ഫാത്തിമ എന്ന പേരിൽ മതം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ഒരിക്കൽ ഒരു 3-4 മാസം മുമ്പ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഞങ്ങളെ സമീപിച്ചിരുന്നു. ഈ പെൺകുട്ടിയെ ഈ ചതി വലയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മതപഠന കോഴ്സിന് വേണ്ടി ഈ പെൺകുട്ടി കോഴിക്കോട് ഒരു മതപഠന ശാലയിൽ എത്തിയതായിട്ട് ഈ മാതാപിതാക്കൾക്ക് വിവരം ലഭിക്കുകയാണ്. പക്ഷെ ഈ പെൺകുട്ടി യാതൊരു വിധത്തിലും ഇവൾ എവിടെയാണെന്ന് അവരോട് റിവീൽ ചെയ്യുന്നില്ല. ഈ പെൺകുട്ടി മറ്റൊരു കാര്യവും അവരോട് പറയാത്ത സാഹചര്യം ഉണ്ടായി. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ അത് ഈ സമസ്തയുടേതൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു മതപഠന കേന്ദ്രത്തിലാണ് ഈ പെൺകുട്ടി ഉള്ളത്. ആ പെൺകുട്ടി അവിടെ 1 മാസത്തെ കോഴ്സ് ചെയ്തു. കൂടുതൽ വളരെ ആ പെൺകുട്ടിയോട് പിന്നെ ഈ മാതാപിതാക്കൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായത്, അവിടെ ആ പെൺകുട്ടി മാത്രമല്ല, ഈ കോട്ടയം, പാല ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയായി ഒരു 10-15ഓളം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. കോഴ്സ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവര് നിയമപരമായിട്ട് മതം മാറാൻ ഇവർക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് സംഭവിക്കുക. ഈ
വൈദികർക്ക് പോലും ആദ്യം അവിശ്വസനീയമായി തോന്നിയ ഇവരുടെ മുൻപിൽ വന്ന കേസുകളിൽ ഇത്തരത്തിലുള്ള പല വസ്തുക്കളും പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തപ്പോഴാണ് പ്രണയക്കെണിയിൽ ഉപയോഗിക്കുന്ന ഇത്തരം തന്ത്രങ്ങളെ കുറിച്ച് അവർക്കും മനസ്സിലായത്. ഇതെല്ലാം അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആർദ്രമായ ദൈവസ്നേഹത്തിന്റെ നിർബന്ധം കൊണ്ട് പറയട്ടെ, ലവ് ജിഹാദ് എന്നത് പ്രണയമല്ല, പ്രണയത്തിന്റെ മേമ്പൊടി മാത്രമുള്ള ചതിക്കെണിയാണ്. ഈ കെണിയിൽ വീഴ്ത്തി നശിപ്പിക്കുവാനുള്ള ഇരകളെ കണ്ടെത്തുവാനും കെണിയിൽ വീഴ്ത്തുവാനും നിരവധി പദ്ധതികൾ ഇവരുടെ കയ്യിലുണ്ട്. അണിയറയിൽ അതെല്ലാം ഇന്നും സജീവമാണ്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകളെ തള്ളിക്കളയാതെ നമുക്ക് ചുറ്റുമുള്ള കഴുകൻ കണ്ണുകളെ കരുതിയിരിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി മാത്രം ചർച്ച ചെയ്യുക. പരിചയമില്ലാത്ത ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക. മൊബൈൽ നമ്പർ അനാവശ്യമായി ഒരിടത്തും നൽകാതിരിക്കുക. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ജാഗ്രത പുലർത്തുക. സമൂഹ മാധ്യമങ്ങളിൽ അപരിചിതരുമായി ഇടപഴകാതിരിക്കുക. അതൊക്കെ വളരെ ദോഷമായി തന്നെ മാറിയേക്കാം. സുന്ദരിയാണെന്നുള്ള പ്രശംസകളിലും പാരിതോഷികങ്ങളിലും വീണു പോകാതിരിക്കുക. അത് പിന്നെ പ്രണയത്തിലേക്കും അടുത്ത ഘട്ടത്തിൽ മാരകമായി പ്രതിസന്ധികളിലേക്കും എത്തിച്ചേക്കാം. ഇത്തരക്കാരുടെ സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇത്തരക്കാരുടെ വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പോകാതിരിക്കുക. ഇത്തരക്കാരുമായി നിങ്ങളെ ബന്ധപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പെൺ ചിലന്തിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കുക. ആപത്ഘട്ടത്തിൽ രക്ഷകരായും ജോലിയും മറ്റും സഹായങ്ങളും ഒക്കെയായി ഇത്തരക്കാർ രംഗത്ത് വന്ന് ജന്മം തന്ന മാതാപിതാക്കന്മാരെക്കാൾ വിശ്വാസം മാർജിച്ചെടുക്കും. ഇത്തരം സതുപദേശങ്ങളെ തള്ളിക്കളഞ്ഞ് മുൻപിൽ വന്നതെല്ലാം ഈ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളാണെന്ന് ധരിച്ച് അതിലേക്ക് ചാഞ്ഞ് അത്തരം ജീവിതം തെരഞ്ഞെടുത്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണെന്ന്. മതം മാറ്റം, വിവാഹമോചനം, അനേകം ഭാര്യമാരിൽ ഒരാൾ, ക്രൂരമായ പീഡനം, തീവ്രവാദം, ജയിൽ, മയക്കുമരുന്ന് വിപണനം, ലൈംഗിക അടിമത്തം, ആത്മഹത്യ, മരണം, അങ്ങനെ പലതും ഇതിന്റെ പിന്നിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ ചതിയന്മാർ നിങ്ങളെ കഴുകൻ കണ്ണുകളോടെ നോട്ടം വിട്ടിട്ടുണ്ടെന്ന കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. ഇപ്പോൾ പഠനമോ ജോലിയോ എന്തുമാകട്ടെ, ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക. എന്നിട്ട് ഒരു ഉത്തമ ജീവിത പങ്കാളിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. മാതാപിതാക്കന്മാർ കാട്ടിത്തരുന്നവരിൽ നിങ്ങൾക്ക് ബോധ്യമായ ഒരാൾ വരുമ്പോൾ പ്രാർത്ഥനയോടെയും ദൈവാശ്രയത്തോടെയും അത് ഉൾക്കൊള്ളുകയും സഭയുടെയും സമുദായ നേതൃത്വത്തിന്റെയും വീട്ടുകാരുടെയും ചാർച്ചക്കാരുടെയും സമൂഹത്തിന്റെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ആ ജീവിതത്തിൽ അവരുടെയെല്ലാം പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ആരും നിങ്ങളുടെ യൗവനത്തെ തകർത്ത് കളയരുത്. അതിനായി ഒരിടം നിങ്ങൾ കൊടുക്കുകയും അരുത്.